നമ്മൾ y മൈനസ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് ലൈനിന്റെ സ്ലോപ്പും y ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇതിനെ y ഈക്വൽ ടു എന്ന് പറഞ്ഞാക്കി. എന്തിനു വേണ്ടി y ഈക്വൽ ടു എന്ന് പറഞ്ഞാക്കി? y ഈക്വൽ ടു എന്നാകുമ്പോൾ y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് കൊണ്ട് പ്ലസ് എക്സ് എക്സ് പ്ലസ് 2 എന്നാക്കി. ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഓഫ് ലൈനുമായിട്ട് കമ്പയർ ചെയ്യും. y ഈക്വൽ mx പ്ലസ് ചെയ്യാം. y കിടക്കുന്നത് y തന്നെ, m കിടക്കുന്നത് 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ m കിടക്കുന്നത് സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ആണെന്ന് m കിടക്കുന്നത് 1 സ്ലോപ്പ് 1. y ഇന്റർസെപ്റ്റ് ആണ് c കിടക്കുന്നത് 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. 2y minus 3x അല്ല 2y is equal to 3x minus 1 3x minus ചെയ്തേ. സ്ലോപ്പ് മൈനസ് സെറ്റ് കണ്ടുപിടിച്ചേ. ആദ്യം y is equal to എന്ന് പറഞ്ഞാക്കണം, എന്നിട്ട് കമ്പയർ ചെയ്യാം. നോക്കിയേ 2y എന്ന് പറഞ്ഞാൽ അല്ലേ, ഓൾറെഡി നമ്മൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇങ്ങനെ ചെയ്താൽ y ഈസ് ഈക്വൽ ടു 3x മൈനസ് 2 ഹോൾ ഡിവൈഡ് ബൈ 2 ആണോ? അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേ 3/2x മൈനസ് 1/2 ആണല്ലോ. ഇനി y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തേ. mx പ്ലസ് c ആയിട്ട് കമ്പയർ ചെയ്തേ. അപ്പോൾ നോക്കിയേ m കിടക്കുന്നത് എന്ത് കിടക്കുന്നേ? m കിടക്കുന്നത് എന്ത് കിടക്കുന്നേ? 3/2. c കിടക്കുന്നത് എന്ത് കിടക്കുന്നേ? ആ മൈനസ് 1/2 ആണ്. അതായിരിക്കും ആൻസർ. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3y is equal to 9x minus 3. 3y is equal to 9x minus 3. അവിടെ കണ്ടുപിടിച്ച് പെട്ടെന്ന് ഇതെങ്ങനെയാ? y is equal to 9x minus 3 whole by 3. അപ്പോൾ നമുക്ക് 9/3x minus 3/3 എഴുതാം y അല്ലേ? അപ്പോൾ നമുക്കറിയാം 9/3 എന്ന് പറയുമ്പോൾ 3x minus 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ലോപ്പ് m is equal to 3 ഉം അതേപോലെ y ഇന്റർസെപ്റ്റ് c is equal to c is equal to minus 1 ആണോ? ഓക്കെ, 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ ഈ മോഡലിന്റെ. ഒന്നാമത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3x പ്ലസ് 2y മൈനസ് 6 is equal to 0. ഒന്നാമത്തേത്. രണ്ടാമത്തേത് x/3 പ്ലസ് y/4 is equal to 1. മൂന്നാമത്തേത് രണ്ടെണ്ണം മതി. ഇതിനകത്ത് ഹോംവർക്ക് ഇതാണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫൈൻഡ് ദ slope of a line which is parallel to 3y minus 5x is equal to 2. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതുമായിട്ട് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. നമുക്കറിയാം രണ്ട് ലൈനിന്റെ സ്ലോപ്പ് പാരലൽ ആണെങ്കിൽ ഒരു ലൈനിന്റെ സ്ലോപ്പ് m1 ഉം മറ്റേ ലൈനിന്റെ സ്ലോപ്പ് m2 ആയിരിക്കും. അത് രണ്ട് ഈക്വൽ ആയിരിക്കും അല്ലേ? if two lines are parallel then എന്താ m1 is equal to m2 ആണോ? സ്ലോപ്പ് രണ്ടിന്റെ ഈക്വൽ. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് തന്നെ ആയിരിക്കും ആ സ്ലോപ്പ് മറ്റേ ലൈനിന്റെ സ്ലോപ്പ് അല്ലേ? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ പോരെ. ഇതിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ 3y is equal to 5x 2 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അതായത് നമുക്കിപ്പോ തന്നിരിക്കുന്നത് 3y minus 5x is equal to 2. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ 3y is equal to 5x plus 2 എന്ന് വരുന്നു. അവിടുന്ന് y is equal to 5x plus 2 divided by എത്രയാ? 3 എന്ന് വരുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 5/3x plus 2/3 എന്ന് വരുന്നു y. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് m എന്ത് കിട്ടി? സ്ലോപ്പ് 5/3 കിട്ടി ആണോ? ഓക്കെ, ഇതാണ് നമുക്കിപ്പോ m1 കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും എന്ത്? m2. അപ്പൊ m1 is equal to m2 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് m2 എന്ന് തന്നെയാണ് 5/2. ഇതാണ് ആൻസർ. നിങ്ങൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. 2x minus 3y by 4 is equal to 4.
നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. നോക്കിയോ, അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിന് പാരലായിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇതിന് പാരലായിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ലൈൻ, അതായത് ഇങ്ങനെ എഴുതാം, ഈ ടു ലൈൻസ് ആർ പാരലൽ. എന്താ, ലൈൻസ് ആർ എന്താ പാരലൽ. അങ്ങനെയാണെങ്കിൽ എന്താ, ദെൻ നമുക്ക് എന്തെന്ന് എഴുതാം, സ്ലോപ്പ് ഓഫ് വൺ ലൈൻ ഈസ് ഈക്വൽ എന്താ, സ്ലോപ്പ് ഓഫ് അതർ ലൈൻ അല്ലേ. ഇവിടുത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ആദ്യം -3y/4 ഈസ് ഈക്വൽ ടു 2x അപ്പുറത്ത് -2x + 4 എന്ന് വരും. ഓക്കെ, അടുത്ത ഇതിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ y-നെ ഇങ്ങോട്ടേക്ക്, അല്ല 4-നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. -3y ഈസ് ഈക്വൽ ടു 4 × -2x + 4 എന്ന് വരുന്നു. 4-നെ ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3y ഈസ് ഈക്വൽ ടു -8x + 16 എന്ന് വരുന്നു. അടുത്ത ഇതിൽ എന്ത് ചെയ്യുന്നു, അടുത്ത ഇതിൽ ഈ -3-നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, y ഈസ് ഈക്വൽ ടു -8x + 16 ഹോൾ ഡിവൈഡ് ബൈ -3. അങ്ങനെയാണ് നമുക്ക് ഇവിടെ y ഈസ് ഈക്വൽ ടു -8 ഡിവൈഡ് ബൈ -3x + 16 ഡിവൈഡ് ബൈ -3. ഈ മൈനസ് മൈനസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് y ഈസ് ഈക്വൽ ടു mx + c ആയിട്ട്, y ഈസ് ഈക്വൽ ടു mx + c യുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ m എന്തായിരിക്കും, m8/3 ആയിരിക്കും. ഇതാണ് m1 ആണല്ലോ. therefore എന്താ, m2 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും. ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. ദേവനാരായൺ, സന, നിരഞ്ജൻ. ദേവനാരായൺ ഓക്കെ ആണോ? സന ഏതാ, സന, നിരഞ്ജൻ, സന ആൻഡ് നിരഞ്ജൻ പറഞ്ഞേ. Yes, sir. Okay. ഓക്കെ Yes, sir. ഓക്കെ, അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. ഇതും കൂടെ ഇത് ചെയ്ത് px/4 - 2y ഈസ് ഈക്വൽ ടു 2. ഇതെങ്ങനെ വീണ്ടും y എന്ന് പറഞ്ഞാൽ കാണിക്കുക. y ഈസ് ഈക്വൽ ടു നോക്കിയേ, y നമുക്ക് ആദ്യം -2y ഈസ് ഈക്വൽ ടു -px + 4 + 2 എന്ന് വരുന്നു. അവിടുന്ന് y ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, -px/4 + 2 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് വരുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു -px/4/2 + 2/2 വരുന്നു. ഈ 4 ഇവിടെ വരുന്ന സമയത്ത് y ഈസ് ഈക്വൽ ടു -px ഇവിടെ 4 × 2, ഈ 2 ഇതിന്റെ കൂടെ പോകും, റെസിപ്രോക്കൽ ഒക്കെ എടുക്കുമ്പോൾ 4 × 2 + 2/2 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു -p/8x + 1 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്ലോപ്പ് എന്താ, സ്ലോപ്പ് m1 ഈസ് ഈക്വൽ എത്രയാ, -p/8. ഇത് തന്നെയായിരിക്കും m2 ന്റെ സ്ലോപ്പ്, -p/8. എവിടെ 2 മൈനസ് ആണോ? ഓ സോറി, ഇത് മൈനസ് ആണ്. ഇത് മൈനസ് ആണെങ്കിൽ ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ്, ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇത് പ്ലസ് വരും, ഇതും പ്ലസ് വരും. ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ.
ഡൗട്ട് ഉണ്ടോ? ദേവനാരായൺ, സന, നിരഞ്ജൻ ഓക്കെ ആണോ? Yes, sir. Okay. Yes, sir. സന, നിരഞ്ജൻ എഴുതിയോ? Yes, sir. Ready. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ തരും. ആ ഇക്വേഷന്റെ സ്ലോപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നമുക്കറിയാതെ നോക്കിയോ. അപ്പൊ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ലൈൻ which are perpendicular to 3x minus y is equal to 5. അപ്പൊ നമുക്കറിയാം ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ രണ്ട് സ്ലോപ്പ് എന്തായിരിക്കും? m1 ഇൻറ്റു, അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് if slope of a line, slope of a line, if a line is perpendicular to another line, then എന്താണ്? ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് ഇൻറ്റു രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -1 കിട്ടും. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒന്ന് m2 കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? -1/m1 ചെയ്താൽ മതി. പോരെ? അപ്പൊ നോക്കിയാൽ നമുക്കിപ്പോ തന്നിരിക്കുന്നത് 3x - y = 5 ആണ്. അവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ -y = -3x + 5 എന്ന് വരുന്നു. ആണോ? അവിടെ നിന്ന് എനിക്ക് y-യുടെ കൂടെ മൈനസ് ആണ്. അപ്പൊ y = മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -1 വരുന്നെന്ന് കരുതിയാൽ മതി. അപ്പൊ -3x + 5 ഹോൾ ഡിവൈഡ് ബൈ -1. ഈ മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ മൈനസ് മാത്രമേ ഉള്ളെങ്കിൽ അതിനർത്ഥം എന്തുവാ? -1 എന്നാണ് അർത്ഥം, അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. y = -3/-1x + y/-1. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് m1 എത്ര വരും? -3/-1 എത്രയാ? 3 വരും. ശരിയല്ലേ? അപ്പം ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നമുക്കറിയാം m1 = -1/m1. അപ്പൊ നമുക്കറിയാം എന്താ? അല്ലെ m1 × m2 = -1. അങ്ങനെ കണ്ടിട്ട് m1 × m2 = -1. അവിടെ നമുക്ക് m2 ന്റെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. m2 = -1/m1. -1/m1 എത്രയാണ് ഇവിടെ? m1 3 ആണ്. ഓക്കെ. അപ്പൊ നോക്കിയോ, അപ്പൊ m2 എത്രയായിരിക്കും? m2 ന്റെ ആൻസർ എത്രയായിരിക്കും? -1/3. ഇതിന്റെ മറ്റു രണ്ട് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് എഴുതുക. അതായത് അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. y - 2x/3 = 5. മൂന്നാമത്തേത് 2x - 7y = 8. അതായത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് അത് കണ്ടുപിടിക്കുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ രണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ, find the equation of line passing through -2, 3x and having slope 2. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഒത്തിരി ഇത് പഠിച്ചിട്ടുണ്ട്. എന്തുവാ ഇങ്ങനെ പഠിച്ചിട്ടില്ല? ഏതൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്? y = mx + c. y2 - y1 = m × x2 - x1. y - y1 = m × x - x1. ഇവിടെ ഏത് ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്?
ഇത് x1 ഉം y1 ഉം മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയോ, ഇതല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ്. നോക്കിക്കോളൂ, y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് ആണോ? y ഇന്റർസെപ്റ്റ് y അല്ല, y എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ്, y1 എന്ന് പറയുമ്പോൾ ഇവിടത്തെ കണ്ടോ 3 ആണ്, -3 ഈസ് ഈക്വൽ ടു m. സ്ലോപ്പ് 2 തന്നിട്ടുണ്ട്. 2 ഇൻറ്റു എത്ര, എക്സ് മൈനസ് എക്സ് വൺ. 2 മൈനസ് എക്സ് വൺ എന്ന് പറയുമ്പോൾ എത്ര, -2 ആണ്. അപ്പം y മൈനസ് 3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വരുന്നു. അവിടുന്ന് y മൈനസ് 3 ഈസ് ഈക്വൽ ടു 2x പ്ലസ് 4 എന്ന് വരുന്നു. അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ചാക്കാം. അതായത് y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 4 പ്ലസ് 3 എന്ന് വരുന്നു. കാരണം -3 ഇങ്ങോട്ട് ഉണ്ട്. y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 7. നോക്കി, y ഈസ് ഈക്വൽ mx പ്ലസ് c ആയി. ശരിയല്ലേ? ശരിക്കും ജനറൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ y ഈസ് ഈക്വൽ mx പ്ലസ് c. മറ്റേക്ക് അതിലേക്ക് എത്തിക്കാനുള്ള ഇക്വേഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് ദ ഇന്റർസെപ്റ്റ് on y-axis of the line 3x minus 4y minus 12y is equal to. And answer -3. ഇന്റർസെപ്റ്റ് ഓൺ y ആക്സിസ് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കാൻ തന്നിരിക്കുക. ഇന്റർസെപ്റ്റ് ഓഫ് എല്ലേലും y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാഫ് y ആക്സിസ് കട്ട് ചെയ്യുന്ന ലൈനെയാണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. ഇന്റർസെപ്റ്റ് ഓൺ y ആക്സിസ് എന്ന് പറയുമ്പോൾ y ആക്സിസുള്ള ഇന്റർസെപ്റ്റ് അതാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഇക്വേഷനെ y ഈക്വൽ ടു എന്ന് പറഞ്ഞാക്കിയിട്ട് എമ്മിന്റെ അവിടെ എന്താ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ എമ്മിന്റെ അവിടെ എന്ത് കിടക്കുന്നു, 3/4, സിയുടെ അവിടെ -3 കിടക്കുന്നു. അപ്പം എം എന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത് 3/4 സി എന്ന് പറയുന്നത് -3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലൈൻസ്
lines 2x minus py plus 5 5 is equal to 0 and ax plus 3y is equal to 2 are parallel. Find the relation connecting. Find the relation connecting A and B. നമുക്ക് ഇത് രണ്ടും പാരലൽ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? m1 ഈക്വൽ m2 സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. എന്തോ മോനെ ഉറങ്ങുവാന്നോ? അന്നിവിടെ ശ്രദ്ധിക്കേ. ഇവിടെ നോക്ക്, അതായത് 2x minus py plus 5 is equal to 0. അതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? മൈനസ് പി വൈ ഈസ് ഈക്വൽ ടു മൈനസ് 2x മൈനസ് 5. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് 2x ബൈ പി മൈനസ് പി മൈനസ് 5 ബൈ മൈനസ് പി. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, y ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി 2 ബൈ പി. 2 ബൈ പി എക്സ് എന്താണ്? ഇതെന്തായി? ഇത് നടുക്കോട്ട് വരുമ്പോൾ ഇത് പ്ലസ് 5 ബൈ പി ആയി. ഓക്കെ ആണല്ലോ. അടുത്ത ഇക്വേഷൻ എന്താ? അടുത്ത ഇക്വേഷൻ എന്താ? ax plus 3y is equal to 2. ax plus 3y is equal to 2. അവിടുന്ന് എന്താ? നമുക്ക് ഇങ്ങനെ എടുക്കത്തില്ലയോ? 3y is equal to minus ax plus 2. അവിടുന്ന് y is equal to minus ax by 3 plus എന്താ? 2 by 3. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഹോൾ ഡിവൈഡ് ബൈ ഇട്ടിട്ട് പിന്നീടാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ രണ്ടിടത്തെ സ്ലോപ്പ് നോക്കാം. ഇവിടുത്തെ സ്ലോപ്പ് m1 is equal to 2 by p. ഇവിടുത്തെ സ്ലോപ്പ് m2 is equal to minus a by 3 ആണല്ലോ. ഈ രണ്ട് സ്ലോപ്പ് എന്താ? ഈക്വലാ, കാരണം പാരലൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് m1 is equal to m2. അങ്ങനെയാണെങ്കിൽ 2 by p is equal to എത്രയാ? മൈനസ് a by 3. ഇതിനെ ഇങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. 6 is equal to എന്തെന്ന് വരും? നെഗറ്റീവ് എ പി എന്ന് വരും. ആണോ? അവിടുന്ന് എ പി is equal to എന്താ? നെഗറ്റീവ് 6 എന്ന് എഴുതാം. ഇതാണ് ആൻസർ. ഇത് തന്നെ ആയിരിക്കാം. കണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോളൂ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ dropped from a point p minus 1 to on to the line joining a 1 4 and b 2 3. എന്തൊരു പറഞ്ഞിരിക്കുന്നു ആണോ? മനസ്സിലായോ? അയ്യോ, വായിച്ചു വയ്ക്കാൻ നന്നായിട്ട് മനസ്സിലായി. വായിച്ചു വയ്ക്കേ, എല്ലാവരും ഒന്ന് വായിച്ചു വയ്ക്കേ. ഒരു മിനിറ്റ് സമയം തരാം. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കി. എല്ലാം ഞാൻ ചെയ്തു തരുമോ? ഇപ്പൊ ഇതിനകത്ത് 110 ദിവസം ഞാൻ ചെയ്യേണ്ടി വന്നു. 110 ദിവസം ഞാൻ ചെയ്തേണ്ടി വരും. അത് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാൻ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ്, ഇത് -1 2, ഈ പോയിന്റ്, ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് എന്തോ ഒരു സാധനം താഴോട്ടിട്ടു. അത് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വീഴത്തുള്ളൂ. ഏതല്ല വീണത്? A14ഉം B23 എന്ന് പറയുന്ന രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് വീണു എങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം? രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? m1 × m2 = -1 ആയിരിക്കും. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നോക്കി, ഇപ്പം ഒരു ഇക്വേഷൻ, ഒരു ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിന്റെ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പറ്റും എന്താ? y - y1 = m × x - x1. ഇത് ചെയ്താൽ മതി. ഈ ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇവിടെ സ്ലോപ്പ് അറിയത്തില്ല. ആ സ്ലോപ്പ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആ സ്ലോപ്പിന്റെ പെർപെൻഡിക്കുലർ റിലേഷൻ വെച്ചിട്ട് അതിന്റെ m2 കണ്ടുപിടിക്കണം. ആ m2 ഇവിടെ കൊടുക്കണം. ഇവിടെ കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോണം, നോക്കിക്കോളൂ. നമുക്ക് ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അതായത് ഇക്വേഷൻ, നമുക്കിത് എ ബി ഇക്വേഷൻ അല്ല, സ്ലോപ്പ് ഓഫ് ലൈൻ കണക്റ്റിംഗ് എ ആൻഡ് ബി. എങ്ങനെ കണ്ടുപിടിക്കാം? അവിടുത്തെ സ്ലോപ്പ് m1 ആയിട്ട് എടുക്കാം. m1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? y2 - y1 / x2 - x1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഇല്ലേ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ? അപ്പൊ ഇതിനെ x1 ആയിട്ടും y1 ആയിട്ടും എടുക്കുക, ഇതിനെ x2 ആയിട്ടും y2 ആയിട്ടും എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് y2 എന്ന് പറയുമ്പോഴത്തേക്കും 3 y1 എന്ന് പറയുമ്പോൾ 4 / x2 എന്ന് പറയുമ്പോൾ 2, x1 എന്ന് പറയുമ്പോൾ 1. അപ്പം -1 / 1 എന്ന് വരുന്നു. അതായത് -1 എന്ന് വരുന്നു. ഓക്കെ, തെറ്റാണോ? ഓക്കെ, അപ്പൊ ഒന്നിന്റെ സ്ലോപ്പ് കിട്ടി. അപ്പൊ മറ്റേന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? m1 × m2 = -1 ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ നോക്കിയോ, അപ്പൊ നമുക്കറിയാം this line is perpendicular to the line formed from
line formed by dropping from point ഏത് point ആണ് point P എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം, m1 into m2 is equal to -1 അല്ലേ? ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ m1 നമുക്കിപ്പോൾ കിട്ടി -1 ആണ്. -1 into m2 is equal to -1. അങ്ങനെയാണ് m2 is equal to ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു. -1 divided by -1. അപ്പോൾ m2 എത്ര? 1. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി ഇപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ് കണ്ടത്, ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഈ ലൈനിന്റെ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട് p. എന്താ തന്നിട്ടുള്ളത്? p യുടെ വാല്യൂ -1 ഉം 2 ആകാൻ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്തായിട്ട് എടുക്കുക? ഇതിനെ x1 ഉം y1 ഉം ആയിട്ട് എടുത്തിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് y - y1 is equal to m into x minus y. ഇവിടെ y തന്നെ, y1 എന്ന് പറയുന്നത് ഇവിടെ എന്താ? ഇവിടെ 2 കൊടുക്കുക, is equal to m നമുക്ക് കിട്ടി 1 ആണ് അല്ലേ? into x എന്ന് പറയുമ്പോൾ x എന്ന് കൊടുക്കുക, x1 എന്ന് പറയുമ്പോൾ -1 ആണ്. അങ്ങനെയാണെങ്കിൽ y - 2 is equal to 1 into x, അത് നമുക്ക് 1 into x plus 1 എന്ന് എഴുതാം. 1 into തന്നെ y - 2 is equal to x plus 1. ഇവനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ y is equal to x plus 1 plus 2 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ y is equal to എന്താ? y is equal to x plus 3. ഇതായിരിക്കും നമുക്ക് വേണ്ട ലൈനിന്റെ ഇക്വേഷൻ. ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. ഡൗട്ട് ഉണ്ടോ? ചോദിക്കൂ. ഇല്ല, ഇവിടെ ഇല്ല. ദേവനാരായൺ, സന, നിരഞ്ജൻ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Find the equation of the sides of triangle whose vertices are A എന്ന് പറഞ്ഞാൽ എന്താ? 3 - 5. B 1 2. C എന്താണ്? -1 4 എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ഒരു ട്രയാങ്കിളുടെ വെർട്ടീസസ് ആണ് തന്നിരിക്കുന്നത്. ഇത് A 3 - 5. ഇത് B 1 2. ഇത് C -7 4. ഇതിന്റെ എല്ലാം സൈഡ് ലൈൻ അല്ലേ? ട്രയാങ്കിളിലെ 3 വെർട്ടിസസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ്. ആ ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും അതിന്റെ ഒരു കോർഡിനേറ്റും സ്ലോപ്പും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് y - y1 is equal to m into x minus x1 വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു പോയിന്റ് മതി. ഇപ്പം ഈ ലൈനിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ ഈ പോയിന്റോ മതിയാവും. പക്ഷെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ രണ്ടും വേണം. അവിടുത്തെ രണ്ട് കോർഡിനേറ്റ് വേണം. കാരണം സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയോ? എമ്മിന്റെ ഇക്വേഷൻ y2 minus y1 by x2 minus x1 ആണ്. ഓക്കെ, ഞാൻ തന്നെ ഇപ്പൊ ഈ ലൈനാണ് എടുക്കാൻ പോകുന്നത്. ഈ ലൈൻ AB, എയും അതേപോലെ തന്നെ ബിയും എടുക്കാൻ പോകുന്നു. ഇത് 3ഉം -5ഉം, ഇത് 1ഉം 2ഉം. ഇതിനെ ഞാൻ x1 y1 ആയിട്ട് എടുക്കുന്നു, ഇതിനെ ഞാൻ x2 y2 ആയിട്ട് എടുക്കുന്നു. സ്ലോപ്പ് കണ്ടുപിടിക്കാം. y2 minus y1 2 minus -5 divided by 1 minus 3. അങ്ങനെയാണെങ്കിൽ 2 plus 7 2 plus 5 7 7 by 1 minus -2. അപ്പോൾ നമുക്ക് എത്ര? -7/2 എന്നാണ് കിട്ടുന്നത് സ്ലോപ്പ്. ഇനി ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് എടുത്താൽ മതി. y മൈനസ്, ഞാൻ എൻ്റെ ഈ കോർഡിനേറ്റ് 1 എടുപ്പാണ്. y മൈനസ് എന്താണ്? x1 y1 ഇങ്ങനെ ഇത് തന്നെ എടുക്കാം. y - 3 is equal to m - 7/2
ഇൻറ്റു എന്താണ് എക്സ് മൈനസ് എക്സ് വൺ, അല്ല സോറി വൈ മൈനസ് വൈ വൺ അല്ലേ, വൈ മൈനസ് വൈ വൺ എന്ന് പറയുമ്പോൾ വൈ മൈനസ് മൈനസ് 5 ആണ്. അതേപോലെ -7/2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറയുമ്പോൾ 3. അപ്പം അങ്ങനെയാണെങ്കിൽ y പ്ലസ് 5 ഈസ് ഈക്വൽ ടു -7/2 ഇൻറ്റു എക്സ് മൈനസ് 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു വൈ പ്ലസ് 5 ഈസ് ഈക്വൽ ടു -7 ഇൻറ്റു എക്സ് മൈനസ് 3. അങ്ങനെയാണെങ്കിൽ 2y പ്ലസ് 10 ഈസ് ഈക്വൽ ടു -7x പ്ലസ് 21. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2y ഈസ് ഈക്വൽ ടു -7x പ്ലസ് 21 മൈനസ് 10. അങ്ങനെയാണെങ്കിൽ 2y ഈസ് ഈക്വൽ ടു -7x പ്ലസ് 21 മൈനസ് 10 എന്ന് പറയുമ്പോൾ 11. അങ്ങനെയാണെങ്കിൽ നമുക്ക് y ഈസ് ഈക്വൽ ടു -7x/2 പ്ലസ് 11/2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ. ഏത് ഇക്വേഷൻ ഓഫ് ലൈൻ? എ ബിയുടെ. ഒന്ന് നോക്കാമോ ആൻസർ? 16. ഏതാ? 7x അത് അതിനെ വേറെ രീതിയിൽ എഴുതിയിരിക്കുക നമ്മൾ കണ്ടോ. 2y ഉണ്ട്, 7x ഉണ്ട്, 11 ഉണ്ട്. ശരിയാണ്. ഓക്കെ, ഇനി നോക്കിയോ അടുത്ത ലൈൻ ഞാൻ ഏതാ എടുക്കാൻ പോകുന്നത്? അടുത്ത ലൈൻ ഇത് എ ബി, ഇത് സി അല്ലേ. അടുത്ത ലൈൻ നമുക്ക് എ സി എടുക്കാം. എ സി എടുക്കുന്ന സമയത്ത് ഈ ലൈനാണ്. ഈ ലൈൻ എടുക്കുമ്പോൾ നോക്കിയോ, എ എന്ന് പറയുന്നത് 3 5, ബി എന്ന് പറയുന്നത് എന്താ സി എന്ന് പറയുമ്പോൾ -7. ഇതിനെ നിങ്ങൾ എന്തെടുക്കുക? x1 y1 ആയിട്ട് എടുക്കുക. ഇതിനെ നിങ്ങൾ x2 y2 ആയിട്ട് എടുക്കുക. ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഈസിക്കലും എന്താ? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ആണ്. ആണോ? y2 എന്ന് പറയുമ്പോഴത്തേക്കും 4 മൈനസ് 5 ഡിവൈഡ് ബൈ എത്രയാ? -7 -3. അപ്പം 4 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 9, -7 -3 എന്ന് പറയുമ്പോൾ -10 ഈസ് ഈക്വൽ ടു -9/10. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഇവിടെ y മൈനസ് y1 എന്ന് പറയുന്നത് നമ്മുടെ -5 ആണ്. ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ആണ്. അപ്പോൾ എം നമുക്ക് കിട്ടിയല്ലോ, എം കൂടെ എടുക്കുക. എം എന്ന് പറയുന്നത് -9/10 ആണ്. -9/10 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ചെയ്യാം. അതായത് y പ്ലസ് 5 എന്ന് വരും ഈസ് ഈക്വൽ ടു -9/10 ഇൻറ്റു എക്സ് മൈനസ് 3 ആണ്. 10നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10y പ്ലസ് 50 ഈസ് ഈക്വൽ ടു എത്രയാണ്? -9 ഇൻറ്റു എക്സ് മൈനസ് 3 ആണ്. അവിടുന്ന് വീണ്ടും 9നെ ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10y പ്ലസ് 50 ഈസ് ഈക്വൽ ടു -9x പ്ലസ് 27 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 10y ഈസ് ഈക്വൽ ടു ഈ 15നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -9x പ്ലസ് 27 മൈനസ് എന്താണെന്ന് എഴുതാം? -15 എഴുതാം. അങ്ങനെയാണെങ്കിൽ 10y ഈസ് ഈക്വൽ ടു -9x മൈനസ് 23 എന്ന് എഴുതാം. ഇങ്ങനെ ഇവിടെ എഴുതുകയാണെങ്കിൽ ഇവിടെ നിർത്താം. ഇങ്ങനെ നിർത്താം. ഇതല്ലേ ആൻസർ? അത് മറ്റേ താഴത്തെ ലൈനായി. മൂന്നാമത്തെ നോക്കിയാൽ കണ്ടോ, 9x പ്ലസ് 10y ഈക്വൽ ടു -23. കറക്റ്റ്. മൂന്നാമത്തെ ലൈൻ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നോക്കിയാൽ മൂന്നാമത്തെ ലൈൻ എന്താ? ബി സി ആണ്. ബി എന്താണ്? B12 അല്ലേ? 12. സി എന്തായിരുന്നേ? -7 4. അപ്പൊ എന്തായിട്ട് എടുക്കുക? ഇതിനെ x1 y1 ആയിട്ട് എടുക്കുക. ഇതിനെ x2 y2 ആയിട്ട് എടുക്കുക. എന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കുക ആദ്യം. m ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. y2 എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് y1 4 ആണ്. അതേപോലെ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 1 മൈനസ് -7 ആണ്. 2 മൈനസ് 4 എന്ന് പറയുമ്പോൾ -2. ഇത് എന്താണ്? 1 പ്ലസ് 7 എന്ന് വരുന്നു. അപ്പോൾ -2 ഡിവൈഡ് ബൈ 8 എന്ന് വരുന്നത്. കട്ട് ചെയ്യുമ്പോൾ -1/4 എന്ന് വരുന്നതാണ് സ്ലോപ്പ്. അങ്ങനെയാണ് നമുക്ക് y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അങ്ങനെയാണെങ്കിൽ y മൈനസ് y1നെ നമ്മൾ -7 അല്ല y1 എന്ന് പറയുമ്പോൾ 4 ആണ് ഈസ് ഈക്വൽ ടു m നമുക്ക് -1/4 കിട്ടി. x ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ x മൈനസ് x1 എന്ന് പറയുമ്പോൾ x മൈനസ് -7.
അങ്ങനെയാണെങ്കിൽ x മൈനസ് 4 ഈസ് ഈക്വൽ ടു മൈനസ് 1/4 ഇൻറ്റു എക്സ് പ്ലസ് 7. ഈ 4നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4x മൈനസ് 16 ഈസ് ഈക്വൽ ടു ഏതാണ് അവനെ y മൈനസ് 4. സോറി ഗുഡ്, വെരി ഗുഡ്, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നോക്കിയേ 4y മൈനസ് 16 ഈസ് ഈക്വൽ ടു മൈനസ് 1, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ മൈനസ് 1x മൈനസ് 7 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 4y പ്ലസ് 1x ഈസ് ഈക്വൽ ടു മൈനസ് 7 പ്ലസ് 16 എന്ന് വരുന്നു. 4y പ്ലസ് 1x ഈസ് ഈക്വൽ ടു 16 7 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 ആണ്. ഇതായിരിക്കും തെറ്റാണോ? ഓക്കെ ആണോ? അപ്പൊ ഇതിനകത്തെല്ലാം ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും മോഡൽ വല്ലതും ഉണ്ടോ? ഞാൻ ഈ ചാപ്റ്ററിനകത്ത് ഇനിയിപ്പം കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരാം, അതുകൂടെ ഞാൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. കാരണം ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാമേ സ്ലോപ്പ് കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കുറച്ച് ഹോംവർക്ക് തരാം. ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്കത് ഈ ചാപ്റ്റർ അതിന്റെ പേരിൽ പുതിയ ചാപ്റ്ററിലേക്ക് പോവാം.